ലോകം ഇന്നൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട നിഴൽ യുദ്ധം ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഈ സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇറാന്റെ പുതിയ സുപ്രീം നേതാവായി ഉയർന്നു കേൾക്കുന്ന മുസ്തഫ ഖമേനിയുടെ വാക്കുകളാണ്. ചോരുന്ന ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ട്. ഈ ഒരു വാചകം വെറും ഒരു വൈകാരിക പ്രകടനമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണെന്ന് ലോകം ഭയപ്പെടുന്നു. ഇറാന്റെ ദേശീയ സുരക്ഷാ തന്ത്രങ്ങളുടെ പ്രധാന ശില്പിയും മുൻ പാർലമെന്റ് സ്പീക്കറുമായിരുന്ന അലി ലാരിജാനിയുടെ വധം ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല. ഇറാന്റെ വിദേശ നയങ്ങളും ആണവ ചർച്ചകളും രൂപപ്പെടുത്തുന്നതിൽ സമാനതകളില്ലാത്ത പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൊലപാതകം ഇറാൻ ഒരു വ്യക്തിപരമായ നഷ്ടമായിട്ടല്ല കാണുന്നത്, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ്. ഫെബ്രുവരി അവസാനം മുതൽ ഇറാൻ നേരിട്ട ഏറ്റവും വലിയ സൈനിക തന്ത്രപരമായ ആഘാതമാണ് ലാരിജാനിയുടെ അന്ത്യം. ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദും IDF-ഉം ചേർന്ന് നടത്തിയ നീക്കം ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയമായി പോലും ചിലർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഇത്തരം തിരിച്ചടികൾ ഇറാനെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ അപകടകാരികളാക്കുകയാണ് ചെയ്യുന്നതെന്ന് ചരിത്രം തെളിയിക്കുന്നു. തന്റെ പിതാവായ അയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം ഭരണത്തിന്റെ ചാണക്യ സൂത്രങ്ങൾ കയ്യിലേന്തിയ മുസ്തഫ ഖമേനി ഇതുവരെ പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അദ്ദേഹം എവിടെയാണ്, സുരക്ഷിതനാണോ അതോ അദ്ദേഹത്തിന് പരിക്കേറ്റോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഇറാൻ ഭരണകൂടം ഇതിനെയെല്ലാം ശക്തമായി നിഷേധിക്കുന്നു. ദേശീയ സുരക്ഷ മുൻനിർത്തി അദ്ദേഹം പൊതുദൃഷ്ടിയിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും എന്നാൽ ഭരണ സംവിധാനങ്ങളെ അദ്ദേഹം കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ടെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ലാരിജാനിയുടെ ശവസംസ്കാര ചടങ്ങിൽ അദ്ദേഹം നൽകിയ സന്ദേശം ഇറാന്റെ വരുംകാല നയങ്ങളുടെ ദിശാസൂചികയാണ്. കൊലയാളികൾ ഉടൻ തന്നെ വില നൽകേണ്ടി വരും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും നൽകുന്ന നേരിട്ടുള്ള മുന്നറിയിപ്പാണ്. യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റിക്കൊണ്ട് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സും പുതിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഏത് മുതിർന്ന ഉദ്യോഗസ്ഥനെയും ലോകത്തിൽ ഏത് കോണിൽ വെച്ചും വേട്ടയാടാനും തടയാനും സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു. ഇത് അത്യധികം അപകടകരമായ ഒരു നീക്കമാണ്. സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നതിന് പകരം ഭരണ നേതൃത്വത്തെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്നത് യുദ്ധത്തെ കൂടുതൽ വ്യക്തിപരവും അക്രമാസക്തവുമാക്കും. ഈ ടാർഗറ്റ് കില്ലിംഗ് രീതിയിലൂടെ ഇറാന്റെ ആത്മവീര്യം തകർക്കാമെന്നാണ് നെതന്യാഹുവും സംഘവും കരുതുന്നത്. എന്നാൽ ഇത് ഇറാനിലെ ജനങ്ങളെ ഭരണകൂടത്തോട് കൂടുതൽ അടുപ്പിക്കാനും ഇസ്രയേൽ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനും മാത്രമേ സഹായിക്കൂ എന്നും പശ്ചിമേഷ്യൻ നിരീക്ഷകർ വിലയിരുത്തുന്നു. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, മിസൈലുകൾ കൊണ്ടും ഇറാൻ മറുപടി നൽകി തുടങ്ങിയിരിക്കുന്നു. IRGC നടത്തിയ ഓപ്പറേഷൻ 2 പ്രോമിസ് 4-ന്റെ 63-ാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി ഇറാൻ അവകാശപ്പെടുന്നു. ഇത് കേവലം ഒരു ചെറിയ സൈനിക അഭ്യാസമല്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുറക്കം കെടുത്തുന്ന രീതിയിൽ മേഖലയിൽ തന്ത്രപ്രധാനമായ എണ്ണ സമുച്ചയങ്ങൾ അഗ്നിക്കിരയാക്കിയാണ് ഇറാൻ തങ്ങളുടെ കരുത്തു കാട്ടിയത്. തങ്ങളുടെ ഇന്റലിജൻസ് മന്ത്രിക്കും ലാരിജാനിയെ പോലുള്ള രക്തസാക്ഷികൾക്കും നൽകിയ ഉജ്ജ്വലമായ ആദരമായാണ് ഈ ആക്രമണത്തെ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ പശ്ചിമേഷ്യൻ താൽപര്യങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുക വഴി ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് വാഷിംഗ്ടണിനെ പിന്തിരിപ്പിക്കാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. ഇറാൻ എണ്ണ സമുച്ചയങ്ങൾ ആക്രമിച്ചതും ഇസ്രയേൽ ഇറാന്റെ വാതകപ്പാടങ്ങൾ തകർത്തതും ആഗോള ഇന്ധന വിപണിയെ വൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചതും ഇതുകൊണ്ടാണ്. തന്റെ രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ട്രംപിന് ഇന്ധനവില കുറഞ്ഞേ മതിയാകൂ. ഇസ്രയേൽ ഞങ്ങളുടെ പങ്കാളിയാണ്, പക്ഷെ ചില കാര്യങ്ങളിൽ അവർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നു എന്ന ട്രംപിന്റെ പ്രസ്താവന അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നതിന്റെ സൂചനയാണ്. എങ്കിലും ഇറാന്റെ മിസൈൽ ശേഷി തകർക്കാൻ അമേരിക്ക നൽകുന്ന പിന്തുണ തുടരുകയാണ്. ഇന്ന് യുദ്ധം നടക്കുന്നത് വെടിമരുന്നുകൾ കൊണ്ട് മാത്രമല്ല, ഡിജിറ്റൽ ലോകത്തുകൂടിയാണ്. നെതന്യാഹുവിന്റെ വീഡിയോകൾ നിർമ്മിതമാണെന്ന് ഇറാൻ പ്രചരിപ്പിച്ചപ്പോൾ മുസ്തഫ ഖമേനി പരിക്കേറ്റുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു. ഇത്തരം വാർത്താ പ്രചാരണങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്താനാണ് ഇരു വിഭാഗവും ശ്രമിക്കുന്നത്. എന്നിരുന്നാലും തന്റെ ആഭ്യന്തര സംവിധാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഇറാൻ മികച്ച ജാഗ്രത പുലർത്തുന്നുമുണ്ട്. നേതൃത്വത്തെ സംരക്ഷിക്കാനായി അവർ സ്വീകരിക്കുന്ന രഹസ്യ സ്വഭാവം ഈ ദൗർബല്യമല്ല, മറിച്ച് കൃത്യമായ പ്രതിരോധ തന്ത്രമാണ്. വിവരങ്ങൾ ചോരാതെ കാക്കുന്നതിലൂടെ ശത്രുവിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ ഇറാന് സാധിക്കുന്നു. ചോരുന്ന ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ടെന്ന മുസ്തഫ ഖമേനിയുടെ വാചകം ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഓരോ വീഥികളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു രാജ്യത്തിന്റെ പ്രതിജ്ഞയാണ്. ഇസ്രയേലിന്റെ അക്രമാസക്തതയും ഇറാന്റെ തകർക്കാനാവാത്ത പ്രതിരോധവും നേർക്കുനേർ വരുമ്പോൾ ഫലം അത്യധികം ഭയാനകമായിരിക്കും. ഇറാൻ പ്രതികാരം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ തങ്ങളുടെ വേട്ടയാടൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്ക മധ്യസ്ഥനാണോ അതോ യുദ്ധത്തിലെ പങ്കാളിയാണോ എന്ന് ലോകത്തിന് ഇപ്പോഴും വ്യക്തമല്ല. ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമേഷ്യൻ മണ്ണിൽ വീഴുന്ന ഈ രക്തത്തുള്ളികൾ ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരിക്കും. അത് സമാധാനത്തിലേക്കോ അതോ കൂടുതൽ വിനാശകരമായ യുദ്ധത്തിലേക്കോ നയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.